സാന്ദ്ര തോമസ് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സാന്ദ്ര തോമസ്, ഗുഡ് മോർണിംഗ്. സാന്ദ്ര തോമസ്, ഈ ഭീഷണിയൊക്കെ കേട്ട് പേടിച്ചോ? ഓഡിയോ കട്ടായി. സാന്ദ്ര, ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ ഇപ്പോ? ഇപ്പോൾ കേൾക്കാം. ഈ ഭീഷണിയൊക്കെ കേട്ട് ഒന്ന് വരണ്ടു പോയോ എന്ന് ചോദിച്ചതാ. ശരിക്കും അന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചിരുന്നു. കാര്യം ഞാനും മക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മാത്രമല്ല അന്ന് രാത്രി ഒരു 11 മണിക്ക് ശേഷമാണ് ഇതുപോലെ കോൾസ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ ഇങ്ങനെ ഈ സമയത്ത് വിളിക്കല് ചേട്ടാ, നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം, ഞാൻ കുട്ടികളെ ഉറക്കുകയാണ്, അപ്പോൾ നാളെ രാവിലെ നമുക്ക് സംസാരിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടും അദ്ദേഹം കേൾക്കാതെ എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അവസാനം ഞാൻ കോൾ കട്ട് ചെയ്ത് അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ പോലീസിനെ വിളിച്ച് പറയുകയുണ്ടായി. എനിക്ക് പേടിയായി. കാര്യം ഞാനും കുട്ടികളും മാത്രമേ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ അന്ന് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പാറാവ് ഡ്യൂട്ടിക്ക് വന്നിരുന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അറിവ്. എനിക്കറിയില്ല അവർ ആളെ വിടാമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. സത്യത്തിൽ അന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചെങ്കിലും പിന്നെ ഞാൻ ഓർത്തു, ഞാൻ ധൈര്യമായിട്ട് മുന്നോട്ട് വന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പുറത്തേക്ക് വരാനും ഇവരൊക്കെ ഇപ്പോൾ എക്സ്പോസ്ഡ് ആയതും ഞാൻ കാരണമാണല്ലോ. ഈ ഫെഫ്ക എന്ന് പറയുന്ന യൂണിയൻ്റെ അണ്ടറിൽ ഒരുപാട് ഇതുപോലത്തെ ഗുണ്ടകളായിട്ടുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് പൊതുസമൂഹത്തിന് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഇതുപോലെ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ അത് എനിക്ക് നേരെ ആയ ഒരു ഭീഷണി ആയതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ പുറത്തേക്ക് വന്നത്. എത്രയോ ഭീഷണികൾ, ഇപ്പം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചാനലുകളെല്ലാം ചർച്ച ചെയ്യുകയാണ്. എവിടെ പോയി പരാതിക്കാരെല്ലാം, ആരും കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുന്നു. എന്താണ് എന്നുള്ളത് ഇപ്പം ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും എന്തുകൊണ്ട് മുന്നോട്ട് വന്നില്ല എന്നുള്ളത്. ഇതാണ് അതിൻ്റെ കാരണം. ഒരുപാട് ഗുണ്ടാ സംഘങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് ഭീഷണിപ്പെടുത്തി. തീർച്ചയായിട്ടും അതെ. എത്രയോ പേരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും, എത്രയോ പേരെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. ഇതൊന്നും പുറത്തേക്ക് വരില്ല. പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ ആരെങ്കിലും അവർക്കെതിരെ ഒരു ശബ്ദമുയർത്തുന്നു എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ നിശബ്ദരാക്കുക എന്നുള്ളതാണ് ഇവരുടെ ആദ്യത്തെ അത് ഇങ്ങനെയുള്ള ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത് എന്ന് മാത്രം. അത് എന്നെപ്പോലുള്ള ആളുകളൊക്കെ പ്രതികരിക്കുമായിരിക്കും, പക്ഷെ പ്രതികരിക്കാതിരിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. സാന്ദ്ര, പോലീസിൽ പരാതി കൊടുത്തിരുന്നു? ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ, കാര്യം ഞാൻ അന്ന് പേടിച്ച് പോലീസിൽ ഇൻഫോം ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ SIT ഇൻഫോം ചെയ്തിരുന്നു. അപ്പോൾ SIT എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എന്തായാലും ഇത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണം. ഇത് ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും മോശമായിട്ട് അവർ സംസാരിക്കുകയും എന്നോട് ഇത്രയും ഇപ്പം നിങ്ങൾ കേൾപ്പിക്കാത്ത ഭാഗങ്ങളിൽ വളരെ മോശമായിട്ട് എൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും വളരെ ഒരാൾക്ക് കേട്ട് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള, ഇപ്പം തന്നെ അറിയാലോ ഞാൻ എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന ഒരാളായിട്ട് സിനിമയിലെ ഡയലോഗ് പോലെ, അതുകൊണ്ട് കമ്പം കൊളുത്തി എന്തൊക്കെയോ കൊല്ലുന്നൊക്കെ പറയുന്നത് കേട്ടു. അതെ, എനിക്കതിൻ്റെ അർത്ഥം പോലും മനസ്സിലായില്ല, കമ്പത്തിടും എന്നൊക്കെ പറഞ്ഞതിൻ്റെയൊക്കെ. പക്ഷേ അതുപോലെ ഇദ്ദേഹം മാത്രമല്ല, എന്നെ പലരും വിളിച്ചിരുന്നു. ചിലർ വളരെ മാന്യമായിട്ടാണ് ആദ്യം ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുമെങ്കിലും ഞാൻ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അവർക്കത് മനസ്സിലാവുകയും പിന്നീട് എന്നാൽ ശരി മാഡം എന്ന് പറഞ്ഞ് വെക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതുപോലുള്ള ആൾക്കാരും ഫെഫ്കയുടെ അണ്ടറിൽ തന്നെയുള്ള ആൾക്കാരാണ്. അപ്പം ഫെഫ്കയുടെ ഒഫീഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഇതുപോലൊരു ഇട്ടതും അതിന് പിന്തുണയുണ്ട് എന്ന് വേണം കരുതാൻ, അല്ലേ? തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഇട്ടിട്ട് പോലും ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ഇതിനകത്ത് ഒരു ആക്ഷൻ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിനർത്ഥം അവരുടെ പിന്തുണയോടുകൂടിയാണ് ഇത് നടക്കുന്നത് എന്നുള്ളതല്ലേ. ഇദ്ദേഹത്തെ ഇങ്ങനൊരു ഭീഷണി, ശരിക്കും ഒരു ക്രിമിനൽ കേസിൽ ഒരു അറസ്റ്റ് നടന്നെങ്കിൽ മാത്രമേ ഇവർ ആക്ഷൻ എടുക്കുകയുള്ളൂന്നുണ്ടോ? അറസ്റ്റ് നടക്കാത്ത കേസുകളിലും ക്രിമിനൽ ഒഫൻസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് ആക്ഷൻ എടുക്കേണ്ടതല്ലേ. ഇപ്പോൾ പോലീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പോലീസിൽ പോലും ഇവരുടെ സ്വാധീനം വളരെ ശക്തമാണ്. ഇപ്പോൾ ഇത്രയും നാളെ 2 മാസമായിട്ട് പോലീസിൻ്റെ സൈഡിൽ നിന്ന് ഒരു അന്വേഷണമോ ഒന്നും നടന്നിട്ടില്ല. അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു വരുത്തുകയോ കാര്യങ്ങൾ അന്വേഷിക്കുകയോ പോലും ചെയ്തിട്ടില്ല. അത്രയും ഞാൻ ആക്ച്വലി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നിട്ട് പോലും ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്ന ഭയങ്കര വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഞാൻ ഇന്നലെ പോലീസുകാരോട് ചോദിച്ചിരുന്നു, എനിക്കോ എൻ്റെ അച്ഛനോ
ഒരു കാരണവശാലും പിന്നോട്ടില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ്. ഞാൻ 15 വർഷമായി സിനിമ ചെയ്യുന്ന ഒരു നിർമ്മാതാവാണ്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അതിൽ കാലം മാറുന്നതനുസരിച്ച് സിനിമയിൽ മാറ്റങ്ങൾ വരണം. ആ മാറ്റങ്ങൾക്ക് ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് എന്ന് പറയുന്ന ജോലിയിൽ അവർ ചെയ്യുന്ന ജോലിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ സിനിമയിൽ വരണം. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അതിൽ ഞാൻ ഇപ്പോഴും അടിയുറച്ച് പറയുന്നു, ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല. താങ്ക് യു സാന്ദ്ര. എന്തായാലും ഈ ഭീഷണിക്ക് മുന്നിലൊന്നും ഭയക്കരുത്. ഈ ഭീഷണിയൊക്കെ വരും, ഇതിനെയൊക്കെ നമ്മൾ ആ നിലയ്ക്ക് കണ്ടാൽ മതി. പോലീസ് ഈ കാര്യത്തിൽ ജാഗ്രത കാണിക്കണം. ഇതേപോലെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളുണ്ടെങ്കിൽ ചുരുങ്ങിയ പക്ഷം അവരെ വിളിച്ചു ചോദിക്കാനുള്ള മനസ്സെങ്കിലും പോലീസ് കാണിക്കണം. താങ്ക് യു സാന്ദ്ര തോമസ്.